എന്നോടൊന്നും തോന്നരുത്. ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. അതിനെല്ലാം എനിക്ക് മാപ്പ് തരണം. എന്നോട് ഇത്ര ഇഷ്ടമുള്ള ഒരാളെ ഇനി എനിക്ക് വേദനിപ്പിക്കാൻ വയ്യ. എന്നാലും നീ എന്നെ വേണ്ടാന്ന് വെച്ചേച്ച് ആ ഡൊമിനിക്കുമായിട്ട് കൂട്ടുകൂടിയപ്പം ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ കത്രീന? അതൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ അവനെ കാണാറ് പോലുമില്ല. സത്യം പറഞ്ഞാ എനിക്കിപ്പോ അവനെ കാണുന്നത് തന്നെ പേടിയാ. എന്നാ വേണം? എനിക്ക് കത്രീനയോടൊന്ന് സംസാരിക്കണം. പറ്റത്തില്ലെങ്കിലോ? മാറി നിന്നോ, അല്ലെങ്കിൽ തലടിച്ച് ഞാൻ പൊട്ടിക്കും. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെ. ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഞാൻ നിന്നെ തന്നെ കത്രീന. നീ കാരണം ഞാൻ കള്ളനെ, നിന്നോടുള്ള ഇഷ്ടം എന്നെ കള്ളനാക്കിയത്. നീ തകർത്ത് കളഞ്ഞ എൻ്റെ സന്തോഷങ്ങളൊക്കെ. എൻ്റെ അപ്പൻ ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും വന്നതല്ല ഞാൻ. ഇല്ലിക്കൽ അച്ഛൻ്റെ ഒപ്പം ഞാൻ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്നുകൂടി കാണണമെന്ന് തോന്നി. ഇനി ഒരിക്കലും കാണല്ലേ എന്ന് ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പോയേക്കുവാ. പറഞ്ഞറിയിക്കാനാകാത്ത വേദനയോടെ ഞാൻ എൻ്റെ നാടിനെ ഉപേക്ഷിച്ച് ഇല്ലിക്കൽ അച്ഛൻ്റെ ഒപ്പം യാത്രയായി. കാലം നമുക്കായി മാത്രം കാത്തുവെക്കുന്ന ചില തമാശകളുണ്ട്. ചിരിക്കുകയാണോ കരയുകയാണോ വേണ്ടതെന്ന് നമുക്ക് തന്നെ നിശ്ചയമില്ലാത്ത ചില വല്ലാത്ത തമാശകൾ. അസുഖം കുറവുണ്ട്. ആസ്പത്രിയിൽ നിന്ന് വന്നല്ലോ. കണ്ടില്ലായിരുന്നു. ഇന്നൊന്ന് പോണം. മഴക്കുള്ള കോളുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നനഞ്ഞ ശീലം നോക്കി ആ കല്ലെ ചവിട്ടി ചേർന്നു. ജോർജ് സാറിനെ ഇപ്പൊ ഇങ്ങോട്ടേക്കൊന്നും കാണാനില്ലല്ലോ. മുണ്ടക്കത്തേക്ക് മാറ്റം കിട്ടിയായിരുന്നു. ഓ അതാ കാണാത്ത. മനുഷ്യ ഒന്ന് വേഗം വാ, അവിടെ കെട്ട് കഴിയാറായി കാണും. ശരിയപ്പോ പോയശം വരാം. പഴയ കാമുകന്റെ കല്യാണം കൂടെ ഉള്ള തിരക്ക്. എന്തായാലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല.
മുരുക്കി നിന്ന വീട്ടിൽ ലോനപ്പൻ മകൻ ജോസൂട്ടി. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ എരുമപ്പറമ്പിൽ പത്രോസ് മകൾ കത്രീനയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. എരുമപ്പറമ്പിൽ പത്രോസ് മകൾ കത്രീന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മുരുക്കി നിന്ന വീട്ടിൽ ലോനപ്പൻ മകൻ ജോസൂട്ടിയെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. നിങ്ങൾ ഇതിന് സാക്ഷികളാണല്ലോ. അതെ അതെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ചേട്ടാ സമയം എന്തായി? സമയം എന്തായി? 5:30. 5:30. ചേച്ചി സമയം എന്തായി? അയാള് പോയി. ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടായല്ലേ? അത് സാരില്ല. എന്നാലും എന്നെ സഹായിക്കാൻ വന്നതിനെ കൊണ്ടല്ലേ സാറിന്റെ മാലയം പോയത്? അത് കുഴപ്പമില്ല. എത്ര പവനുണ്ടായിരുന്നു? 3.5 പവൻ. ഈശ്വര, ഇയാളുടെയോ? അത് 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ റോൾഡ് ഗോൾഡ് ആയിരുന്നു. 1 ഗ്രാം തങ്കത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയും ഒച്ച വെച്ചത്? അത് പിന്നെ പെട്ടെന്നുണ്ടായ ഒരു ഷോക്കില് അറിയാണ്ട് വിളിച്ചു പോയതാ. എന്താ പേര്? മീര. എന്ത് ചെയ്യുന്നു? സരസ്വതി മ്യൂസിക്കൽസില് ടൗണിലെ വർക്ക് ചെയ്യുന്നു. ആ, ഓക്കെ. എൻ്റെ പേര് അനന്തകൃഷ്ണൻ. ഞാൻ ദേവഗിരി കോളേജിലെ പ്രൊഫസറാണ്. മീരയുടെ ഫാമിലിയൊക്കെ? ഫാമിലി എന്ന് പറയാൻ ഞാനും എൻ്റെ കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് മരിച്ചു. 1.5 വർഷം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഒരുമിച്ച്. അയ്യോ. സാറിന്റെ ഫാമിലി എല്ലാം എന്താ? സാറിന്റെ വീടും കുടുംബമൊക്കെ? വീടുണ്ട്. മീര ഉദ്ദേശിച്ച രീതിയിലുള്ള ഫാമിലി ഒന്നും എനിക്കില്ല. ഐ ആം നോട്ട് മാരീഡ്. അതെന്താ, വല്ല ചൊവ്വാദോഷമോ വല്ലോ? അങ്ങനൊന്നുമല്ല. എൻ്റെ സങ്കല്പത്തിലുള്ള ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. നോക്കിക്കൊണ്ടിരിക്കുക. ശരി, എന്നാ എത്രയും വേഗം സാറിന് അങ്ങനെ ഒരാളെ കിട്ടട്ടെ. താങ്ക് യു. ശരി, എന്നാല് കാണാട്ടോ. മീര,
ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല കേട്ടോ. സുഖാണോ? ആ ഏ, ഇന്ന് കോളേജിൽ പോയില്ലേ? ആ പോണ വഴിയാ. ഇവിടെ വീട്. ഓ അത് ശരി. ഈ സരസ്വതി മ്യൂസിക്കൽസിലല്ലേ? ഇവിടെ അല്ലേ? ആ അതെ, ടൗണിലെ സരസ്വതി മ്യൂസിക്കൽസ്. ആ അവിടെ. സുഖൽ ഏ? ചോദിച്ചാണല്ലേ. എന്തു പറ്റിയടോ? ഇതുവരെ ബസ് വന്നില്ലേ? ഇല്ലടോ, ഇന്ന് ലേറ്റാന്നാ തോന്നുന്നു. ഇതാരാ? ഞാൻ ആ, ഇത് ഫ്രണ്ടാ. ഹലോ. ഐ എം സെലിൻ. സെലിൻ. ഹായ്. ഹലോ. എന്നാ കേറിക്കോ, ഞാൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. ശരി എന്നാല്. ആ ഓക്കെ അപ്പം. അങ്കിളെ, പാളയത്തേക്ക് ഒരു ലിഫ്റ്റ് വരുമോ? ആരുടെ അങ്കിള്? പാളയത്തേക്ക് ഒരു ലിഫ്റ്റ്. ഞാൻ പാളയത്തേക്കല്ല. ഞാൻ കണ്ട്. എന്ത് കണ്ട്? ആ ചേച്ചീനെ ട്യൂൺ ചെയ്യണത്. വർക്കൗട്ടായാ? ഈ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിക്കേ. ഇതൊക്കെ പഴഞ്ചനാണ്. ആ ചന്ദനക്കുറിയും ജുബയും മുണ്ടും ഒക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാല് ചേട്ടൻ ചുള്ളനാണ്. പിന്നെന്താണ് സീന്? സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ മതി, ഒക്കെ സെറ്റാണ്. ചേച്ചി ഓക്കെ പറയും. ഒരു ലിഫ്റ്റ് വരുമോ പാളയത്തേക്ക്? കേറ്. താങ്ക്സ്.